empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ യാക്കോബിന്റെ ഭാര്യയായ ലേയയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവഗണിക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട ആ ഒരു ഒറ്റപ്പെട്ട ജീവിതത്തെ കർത്താവ് കണ്ടു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. നമ്മുടെ ഓരോരുത്തരുടെയും അവഗണനകളിലേക്കും ഒറ്റപ്പെടുത്തലുകളിലേക്കും എല്ലാം കർത്താവിന് എപ്രകാരമാണ് ഇറങ്ങി വരാൻ സാധിക്കുക എന്ന് പരിശുദ്ധ വചനത്തിലൂടെ നമ്മൾ പഠിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു എന്ന തിരുവചനം നാം ഓരോരുത്തരും സ്വന്തമാക്കുകയുണ്ടായി. സങ്കീർത്തകനായ ദാവീദ് 38-ാം അധ്യായം അവിടെ 9-ാം തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവേ, എന്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ, എന്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല. ദാവീദ് രാജാവ് തന്റെ തേങ്ങലുകളെ കുറിച്ച് അറിയുന്ന കർത്താവിനെ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്ന, നമ്മുടെ തേങ്ങലുകളെ മനസ്സിലാക്കുന്ന ആ കർത്താവിന് നമുക്ക് ആ കർത്താവിന്റെ മുൻപിലായിരിക്കാം. കർത്താവിന്റെ ആ ഒരു ഇടപെടലിനായി നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായും കർത്താവിന് സമർപ്പിക്കാം. ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. ദാവീദ് രാജാവ് പറയുന്നു, എന്റെ തേങ്ങലുകൾ കർത്താവ് അറിയുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന ആ കർത്താവിന്റെ മുൻപിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായും സമർപ്പിക്കാം. കർത്താവിന്റെ ഇടപെടലിനായി, കർത്താവ് നൽകുന്ന ആ ഒരു പുതിയ വഴികൾക്കായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ആഗമനത്തിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ബരമേൽപ്പിക്കാം. തിരുവചനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുവാനായി കർത്താവിന് സമർപ്പിച്ച് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങളെ അങ്ങ് കാണുന്നവനാണ്, അങ്ങയുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിട്ടായി ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇടപെടണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുമില്ലാതേകനാകുമ്പോൾ, മരണനിഴലിൻ ഭീതിയേറുമ്പോൾ, ആരുമില്ലാതേകനാകുമ്പോൾ, മരണനിഴലിൻ ഭീതിയേറുമ്പോൾ, അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ഈ ശുശ്രൂഷയുടെ കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അനുദിനം വഴി നടത്തുന്ന അങ്ങ് വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ഒപ്പമുണ്ടെന്ന്, ഞങ്ങളെ കൈ പിടിച്ച് നടത്തുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, അങ്ങയുടെ വചനത്തിന്റെ മുൻപിൽ ആയിരിക്കുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, അമ്മയുടെ മധ്യസ്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലെ കുറവുകളെ അമ്മേ നിറവുകളാക്കി ഈശോയോട് പറഞ്ഞ് മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിന്റെ കൽപ്പനകളിൽ അടിയുറച്ചു നിൽക്കുന്ന കുടുംബങ്ങളായി മാറുവാൻ യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ലേയെ കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം, അതിൽ 31-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. കർത്താവിന്റെ ആ ഒരു വലിയ അനുഗ്രഹം ലയയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവഗണിക്കപ്പെട്ട, ഒറ്റപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട അവളുടെ ജീവിതത്തിലേക്ക് കർത്താവ് വലിയൊരു അനുഗ്രഹത്തെ കടത്തിവിടുകയാണ്. എന്നാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലയ ഈ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുവാൻ സ്വല്പം വൈകി എന്നാണ് കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ലയ കർത്താവ് തനിക്ക് നൽകിയ മക്കൾക്കെല്ലാം പേരുകൾ ഇടുന്നുണ്ട്. ആ ഓരോ പേരുകളിൽ നിന്നും ലയയുടെ ആത്മീയ ആ ഒരു പുരോഗതിയെ കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ലയയുടെ ആ ഒരു ഷിഫ്റ്റ്, ആ ഒരു ആത്മീയ പുരോഗതിയെ കുറിച്ച് നമുക്കൊന്ന് കൂടുതലായിട്ട് ധ്യാനിക്കാനായി ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 32-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലയ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. അവൾ അവന് റൂബൻ എന്ന് പേരിട്ടു. കാരണം കർത്താവ് എന്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു. ഇനി എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്നവൾ പറഞ്ഞു. ഇവിടെ ലയ തന്റെ ആദ്യ പുത്രന് ജന്മം നൽകുകയാണ്. അവൾ അവന് റൂബൻ എന്ന് പേരിടുകയാണ്. കാരണം എന്താ? റൂബൻ എന്ന ആ വാക്കിന്റെ അർത്ഥം എന്താണ്? തന്റെ ഫുട് നോട്ടിൽ നമുക്ക് കാണുവാനായി സാധിക്കും. റൂബൻ എന്ന വാക്കിന്റെ അർത്ഥം അവൻ എന്റെ കഷ്ടതകൾ കണ്ടു എന്നാണ്. ലയ കർത്താവിനോട് പറയുകയാണ്, എന്റെ കഷ്ടപ്പാടുകൾ അങ്ങ് കണ്ടിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. ഇപ്പോഴും ലയ തന്റെ കഷ്ടപ്പാടുകളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂബൻ എന്ന മകൻ ജനിച്ചതിലൂടെ എന്റെ ഭർത്താവ് എന്നെ കൂടുതലായി സ്നേഹിക്കും. കർത്താവ് എന്റെ കഷ്ടപ്പാടുകൾ കണ്ടു. ഭർത്താവിലേക്കും തന്റെ കഷ്ടപ്പാടിലേക്കും ലയ ശ്രദ്ധ തിരിച്ചിരിക്കുന്നതായിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. തുടർന്ന് അടുത്ത വാക്യത്തിൽ അവൾക്ക് രണ്ടാമത്തെ പുത്രൻ ജനിക്കുകയാണ്. തിരുവചനം പറയുകയാണ്, അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അവഗണിക്കപ്പെടുന്നെന്നറിഞ്ഞ് കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു. അവൾ അവന് ശിമയോൻ എന്ന് പേരിട്ടു. അതായത് രണ്ടാമതായി തനിക്ക് ജനിച്ച കുഞ്ഞിന് ശിമയോൻ എന്നവൾ പേരിടുകയാണ്. ആ ഒരു വാക്കിന്റെ അർത്ഥം അവൻ കേട്ടു എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ലയ കർത്താവിനോട് ഒത്തിരിയേറെ വിഷമങ്ങൾ പറഞ്ഞിരുന്നു. തന്റെ വിഷമങ്ങളെല്ലാം കർത്താവ് കേട്ടുകൊണ്ട് തനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ നൽകിയിരിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞിന് ശിമയോൻ എന്ന് പേരിടുകയാണ്. ശിമയോൻ ജനിക്കുന്ന സമയത്തും ലയ തന്റെ അവഗണനകളിലേക്കും ആ ഒരു തിരസ്കരണത്തിലേക്കുമാണ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. താൻ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു, അത് കർത്താവ് അറിയുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും തന്റെ അവഗണനകളിലേക്ക് ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ലയയുടെ ശ്രദ്ധ മുഴുവനായിരിക്കുന്നത്. ആ ഒരു വിഷമത്തിൽ തന്നെ ലയ മുന്നോട്ട് പോവുകയാണ്.
വീണ്ടും തുടർന്ന് അടുത്ത വാക്യം 29-ാം അധ്യായം 34-ാം തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവൾ പിന്നെയും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഇനി എന്റെ ഭർത്താവ് എന്നോട് കൂടുതൽ അടുക്കും, കാരണം ഞാൻ അവന് 3 പുത്രന്മാരെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് വിളിച്ചു. അതായത് തനിക്ക് ജനിച്ച 3-ാമത്തെ പുത്രൻ അവനെ ലേവി എന്ന് വിളിക്കുകയാണ്. ലേവി എന്ന വാക്കിന് അർത്ഥം ചേർന്നു നിൽക്കുന്നവൻ എന്നാണ്. ആ ലേവി ജനിക്കുമ്പോഴും ലയയുടെ വിചാരം എന്താണ്? തന്റെ ഭർത്താവ് ഇനിയെങ്കിലും തന്നോട് കൂടുതലായി ചേർന്ന് നിൽക്കും. തന്റെ അവഗണനയുടെ കാലം കഴിഞ്ഞു. 3 പുത്രന്മാരെ തന്റെ ഭർത്താവിന് നൽകിയതിലൂടെ തന്റെ ആ ഒരു ജീവിതത്തിലേക്ക് ഒരു മാറ്റം വരികയാണ്. തന്റെ അവഗണനയുടെ കാലം കഴിയുകയാണ്. ഭർത്താവ് തന്നോട് ചേർന്ന് നിൽക്കാൻ പോവുകയാണ്. ഇപ്രകാരം ഭർത്താവിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ലയയെ നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. ആദ്യം റൂബൻ ഉണ്ടായി, ശിമയോൻ ഉണ്ടായി, ഇപ്പോൾ ലേവി ഉണ്ടായി. 3 പേർക്ക് പേരിടുമ്പോഴും ലയ തന്റെ അവഗണനയുടെയും കർത്താവിനോടുള്ള പരാതി പറച്ചിലിന്റെയും ഒക്കെ അടയാളങ്ങളാണ് തന്റെ മക്കൾക്ക് പേരുകളായി നൽകുന്നത്. എന്നാൽ ഇത്രയേറെ സമയങ്ങൾ അങ്ങ് മുൻപോട്ട് പോയി 4-മതൊരു പുത്രൻ ലയയ്ക്ക് ജനിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ കർത്താവിന്റെ വചനത്തിൽ വ്യക്തമായി നമുക്ക് കാണാനായി സാധിക്കും. അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. അവൾ പറഞ്ഞു, ഞാൻ കർത്താവിനെ സ്തുതിക്കും. അതുകൊണ്ട് അവൾ അവന് യൂദ എന്ന് പേരിട്ടു. ഇവിടെ 4-മത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ ലയയുടെ ജീവിതത്തിൽ ആ ഒരു അവസ്ഥയ്ക്ക് വലിയൊരു മാറ്റം നമുക്ക് കാണുവാനായി സാധിക്കുകയാണ്. തന്റെ ജീവിതത്തെ ഓർത്ത് വിഷമിച്ച് കർത്താവിനോട് വിഷമങ്ങൾ ഏറ്റുപറയുന്ന ലയയല്ല നമ്മൾ ഇവിടെ കാണുന്നത്. കർത്താവിനെ സ്തുതിക്കുന്ന, തനിക്ക് നൽകിയ നന്മകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്ന ഒരു ലയയാണ് ഈ ഒരു വാക്യത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അവൾ തന്റെ 4-മത്തെ കുഞ്ഞിന് യൂദ എന്ന് പേരിട്ടു. യൂദ എന്ന വാക്കിന്റെ അർത്ഥം അവിടെ നമുക്ക് ഫുട്നോട്ടിൽ കാണുവാനായി സാധിക്കും. യൂദ എന്നാൽ സ്തുതി എന്നാണ്. തന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന ലയയാ നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. റൂബനും ശിമയോനും ലേവിയും എല്ലാം വന്നപ്പോൾ കർത്താവിനോട് വിഷമങ്ങൾ പറയുന്ന, കർത്താവിനോട് സങ്കടങ്ങൾ എണ്ണി എണ്ണി പറയുന്ന ലയയാ നമ്മൾ കണ്ടത്. എന്നാൽ യൂദായുടെ ജനനമായപ്പോഴേക്കും ലയ തന്റെ ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് കടന്നിരുന്നു. അവൾ കർത്താവിനെ സ്തുതിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും എന്ന് പറഞ്ഞ് തൻ്റെ കുഞ്ഞിന് യൂദ എന്നവൾ പേരിടുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് കർത്താവ് തന്റെ പ്രവൃത്തി നേരത്തെ തന്നെ ചെയ്തിരുന്നു. ലയ അവഗണിക്കപ്പെടുന്നതായി കണ്ട കർത്താവ് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകുകയായിരുന്നു. എന്നാൽ ആ ഒരു അനുഗ്രഹത്തെ തിരിച്ചറിയാൻ ലയയ്ക്ക് കുറച്ചധികം സമയം മുന്നോട്ട് പോകേണ്ടതായി വന്നു. തന്റെ ആ ഒരു വിഷമത്തിൽ നിന്ന്, തന്റെ സങ്കടങ്ങളിൽ നിന്ന് ലയ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങിയത് യൂദായുടെ ആ ഒരു ജനന സമയത്തോടെയാണ്. താൻ മക്കൾക്ക് നൽകിയ പേരുകളിലൂടെ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാനായി സാധിക്കും. തന്റെ വിഷമങ്ങളിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി അനുഗ്രഹങ്ങളിലേക്ക് നോക്കി അതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്ന, കർത്താവിനെ സ്തുതിക്കുന്ന ലയയാ നമുക്കിവിടെ കർത്താവ് പഠിപ്പിച്ചു തരുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ലയയെ പോലെ അവഗണനയുടെയും വിഷമങ്ങളുടെയും ഒക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. അതെല്ലാം നേരിടുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ ഇതുപോലെ കർത്താവ് ചെയ്ത വലിയ അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? അതിനെ നമ്മൾ മാനിക്കാറുണ്ടോ? ആ അത്ഭുതങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയാറുണ്ടോ? ഇവിടെ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ലയ കർത്താവിനെ സ്തുതിക്കുന്നവളായി മാറിയത്. യൂദ എന്ന് അവന് പേരിട്ടത്. തന്റെ ആ ഒരു ആത്മീയ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് ആ ഒരു അനുഗ്രഹങ്ങളിലേക്ക് അവൾ കണ്ണു തുറന്നപ്പോഴാണ്. 2 ആൺകുഞ്ഞുങ്ങളെ കൂടി കർത്താവ് അവൾക്ക് നൽകുന്നുണ്ട്. ഇസാക്കർ, സെബലൂൺ എന്ന 2 ആൺകുട്ടികൾ. തുടർന്നൊരു പെൺകുഞ്ഞ് ദീന എന്ന പെൺകുഞ്ഞിനെയും കർത്താവ് ലയയ്ക്ക് നൽകി അനുഗ്രഹിക്കുകയാണ്. 7 മക്കളെ യാക്കോബിനായി നൽകുവാൻ ലയയ്ക്ക് സാധിക്കുകയാണ്. കർത്താവ് അവളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുകയാണ്. അപ്പോൾ അവൾ തന്റെ പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി അനുഗ്രഹങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങിയതായി നമ്മൾ കണ്ടു. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിലെ 2-ാം തിരുവാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ കർത്താവ് നമ്മോടൊരു കാര്യം ആഹ്വാനം ചെയ്യുന്നുണ്ട്.
നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം നാം ഓടാൻ. നമ്മുടെ വിശ്വാസ ഓട്ടത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു വലിയ നിയമത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഇവിടെ ലയ തന്റെ പ്രശ്നങ്ങളിലേക്ക് കണ്ണുകൾ ഉറപ്പിച്ചപ്പോൾ അവളുടെ ജീവിതം തീർത്തും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് അവൾ കണ്ണുകൾ ഉയർത്തിയപ്പോൾ അത് ആനന്ദത്തിന്റെ ഒരു ജീവിതമായി, കർത്താവിന്റെ സ്തുതിയുടെ ഒരു ജീവിതമായി മാറുകയാണ്. ഇവിടെ തിരുവചനത്തിൽ നിന്ന് നമ്മൾ കേട്ടു, നമ്മളുടെ വിശ്വാസ ഓട്ടത്തിൽ നമ്മുടെ നോട്ടം എവിടേക്കായിരിക്കണമെന്ന തിരുവചനം പറയുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് ആ വാക്യം ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം. എന്തിലേക്കായിരിക്കണം നമ്മുടെ നോട്ടം? യേശുവിലേക്കായിരിക്കണം നമ്മുടെ നോട്ടം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മുടെ ചുറ്റും ഉറപ്പായിട്ടും ഉണ്ടാകും. എന്നാൽ നമ്മുടെ ഓട്ടത്തിനിടയിൽ നമ്മുടെ വിശ്വാസത്തിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ എന്ന തിരുവചനം നമ്മോട് പറയുന്നത്. ആ നോട്ടം മാറിപ്പോയാൽ നമ്മുടെ പ്രശ്നങ്ങളിലേക്കും പ്രതികൂലങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും ഒക്കെ നമ്മുടെ നോട്ടം എത്തിയാൽ നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡ് വളരെയധികം കുറയും. പ്രിയമുള്ളവരെ, ആ സ്പീഡ് കുറയാതിരിക്കാനുള്ള ഒരു വലിയ മർമ്മമാണ് കർത്താവിന്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഓടാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഓട്ടം കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു പുരോഗതിയിലേക്ക് എത്തുകയുള്ളൂ. തുടർന്ന് അടുത്ത വാക്യത്തിൽ വീണ്ടും തിരുവചനം പറയുകയാണ്, അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച്. ഈശോ എന്താ ചെയ്തതെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ, അപമാനങ്ങളെ, സങ്കടങ്ങളെ, പ്രശ്നങ്ങളെ, അവഗണനകളെ ഒന്നും വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. കുരിശിനെ ക്ഷമയോടെ സ്വീകരിച്ചു. തന്റെ വിശ്വാസ ഓട്ടത്തിൽ കർത്താവ് എന്താ ചെയ്തതെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അപമാനങ്ങളെ വകവയ്ക്കാതെ കുരിശിനെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഓട്ടത്തിന് വേണ്ടുന്നതായ ഒരു സ്പീഡ് അവിടെ ലഭിക്കുകയുള്ളൂ. ഈ അപമാനങ്ങളിലേക്കും വിഷമങ്ങളിലേക്കും അവഗണനയിലേക്കും ഒക്കെ നോക്കിയിരുന്നാൽ നമ്മുടെ ജീവിതം വളരെ വളരെ പ്രയാസമുള്ള ഒന്നായി മാറും. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകള്, ഒറ്റപ്പെടുത്തലുകളെല്ലാം നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മുടെ കർത്താവിനെ നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ, അപമാനങ്ങളെ വകവയ്ക്കാതെ കുരിശുകളെ ക്ഷമയോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചാലാണ് നമ്മുടെ വിശ്വാസ ഓട്ടം പൂർത്തിയാക്കാനായി നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതേ കാര്യം തന്നെ പഴയ നിയമത്തിലെ അബ്രാഹത്തോട് കർത്താവ് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 13-ാം അധ്യായം 14-15 തിരുവാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. തിരുവചനം അവിടെ വ്യക്തമായി നമുക്കൊരു ഉപദേശം നൽകുന്നുണ്ട്. അബ്രാം ലോത്തിൽ നിന്നും വേർപെട്ടതിനു ശേഷം, അബ്രാം ലോത്തിൽ നിന്ന് വേർപെടുകയാണ്. അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമകരമായ ഒരു അവസ്ഥയിലായിരിക്കുകയാണ്. അതിനുശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഇവിടെ അബ്രാഹാം വലിയൊരു പ്രശ്നത്തെ നേരിട്ട് കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. കർത്താവ് അദ്ദേഹത്തിന് വലിയൊരു വാഗ്ദാനം നൽകുകയാണ്. ആ വാഗ്ദാനം പ്രാപിക്കാനായി എന്ത് ചെയ്യാനാ പറയുന്നേ? നീ തല ഉയർത്തി നോക്കുക. തല കുമ്പിട്ടിരുന്ന് വിഷമിച്ച് ആ ഒരു ദുഃഖഭാവത്തിലായിരിക്കാനാണോ കർത്താവ് പറയുന്നേ? നീ തല ഉയർത്തി മുൻപോട്ട് നോക്കുക. അവിടെ സൈഡുകളിലേക്ക് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ നോക്കുക. അവിടെ നോക്കുമ്പോൾ നിന്റെ വാഗ്ദാനത്തെ നിനക്ക് കാണാനായിട്ട് സാധിക്കും. നിനക്ക് നൽകിയിരിക്കുന്ന ആ ഒരു പ്രോമിസ് നിനക്ക് സ്വീകരിക്കാനായി സാധിക്കും. നീ തല ഉയർത്തി നോക്കാൻ അബ്രാഹത്തോട് കർത്താവ് പറയുകയാണ്. ഇതേ പുസ്തകത്തിൽ തന്നെ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ
പുറകോട്ട് നോക്കിക്കൊണ്ട് വലിയൊരു ശാപത്തെ സ്വന്തമാക്കിയ ഒരാളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ലോത്തിന്റെ ഭാര്യ. അവൾ മുൻപോട്ട് മാത്രം നോക്കി പോകാൻ ദൂതൻ പറഞ്ഞിട്ടും ആ ഒരു വാക്കിനെ സ്വീകരിക്കാതെ വന്ന് പുറകോട്ട് തന്റെ ആ ഒരു പിറകിലെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ എന്തായി മാറിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവിനെ മുൻപോട്ട് നോക്കിക്കൊണ്ട്, മുൻപിലായിരിക്കുന്ന കർത്താവിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര, വിശ്വാസയാത്ര മുന്നോട്ട് കൊണ്ടുപോകാനാ കർത്താവ് ഇവരിലൂടെ എല്ലാം നമ്മോട് പറയുന്നത്. ഇവിടെ ലയ തന്റെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ജീവിതം മാറുകയായിരുന്നു. ഒരു സ്തുതിയുടെ ജീവിതമായി അവളുടെ ജീവിതം മാറുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ലയയുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾക്ക് അവൾ അർഹയായി തീരുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും. നമ്മൾ കണ്ടു, അവൾ 6 ആൺമക്കളുടെയും ഒരു പെൺകുഞ്ഞിന്റെയും മൊത്തത്തിൽ 7 മക്കളുടെ അമ്മയായി അവൾ മാറുകയാണ്. അങ്ങനെ ഇസ്രായേലിന്റെ ഗോത്രത്തിലെ പിതാക്കന്മാരാണ് ഈ 6 മക്കളും. 12 ഗോത്രങ്ങളിൽ 6 ഗോത്ര തലവന്മാരും ലയയുടെ മക്കളായിട്ടാ വരുന്നത്. ഇസ്രായേൽ മക്കളിൽ പകുതിയോളം, ആ ഒരു ട്രൈബൽ ഡിവിഷൻ വരുമ്പോൾ പകുതിയോളം മക്കൾ അവരുടെ അമ്മയായി പറയുന്നത് ലയയാണ്. എത്ര വലിയ ഒരു കാര്യത്തിലേക്കാണ് കർത്താവ് അവളെ കൊണ്ടുപോയത്. തുടർന്ന് വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ലയയുടെ മകനാണ് യൂദ. നമ്മൾ കണ്ടു, യൂദ എന്ന വാക്കിനർത്ഥം സ്തുതി എന്നാണ്. യൂദ വംശത്തിലാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജാതനാകുന്നത്. യൂദ വംശത്തിന്റെ അമ്മയായി മാറുന്നത് ആരാണ്? ലയയാണ്. കർത്താവ് എത്ര വലിയ അനുഗ്രഹമാണ് ലയയുടെ ജീവിതത്തിലൂടെ നൽകുന്നത്. എന്നാൽ ഇതെല്ലാം അവൾ തിരിച്ചറിയാൻ കുറച്ച് സമയം വൈകിപ്പോയി എന്ന് മാത്രം. 7 മക്കളുടെ അമ്മയായി, യൂദാ വംശത്തിന്റെ അമ്മയായി അവൾ മാറുകയാണ്. അവളുടെ ജീവിത അവസാനവും കർത്താവിനാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. നമുക്കറിയാം, ലയ മരിക്കുകയാണ്. മരിച്ച് അവൾ അടക്കപ്പെടുന്നത് എവിടെയാണെന്ന് തിരുവചനം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ലയയും റാഹേലും. യാക്കോബ് കൂടുതൽ സ്നേഹിച്ചിരുന്നത് റാഹേലിനെ ആയിരുന്നു. എന്നാൽ ലയയാണ് യാക്കോബിനോട് കൂടെ അവസാനം ഒരുമിച്ച് അവർ യാക്കോബിനോട് കൂടെ അടക്കപ്പെടുന്നത് ലയയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 49-ാം അധ്യായം അതിൽ 31-ാം തിരുവാക്യത്തിൽ യാക്കോബ് തന്റെ അവസാനം എന്തായിരിക്കണമെന്ന് തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. അവിടെ തിരുവചനം പറയുകയാണ്, അബ്രാഹത്തെയും ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത്. അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും ഭാര്യ റെബീക്കായെയും സംസ്കരിച്ചത്. ഞാൻ ലേയായെ സംസ്കരിച്ചതും അവിടെ തന്നെ. യാക്കോബ് തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണിത്. അബ്രാഹവും സാറയും അതുപോലെ ഇസഹാക്കും റബ്ബേക്കയും തുടർന്ന് യാക്കോബും ലയയും ഇവരെല്ലാവരെയും സംസ്കരിച്ചത് ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു. ആ ഒരു ലീനിയേജിൽ വലിയൊരു റോള് കർത്താവ് ലയയ്ക്ക് നൽകുകയാണ്. 12 ഗോത്രങ്ങളിൽ 6 ഗോത്രങ്ങളുടെ മാതാവായി, യൂദാ വംശത്തിന്റെ മാതാവായി എല്ലാം കർത്താവ് അവളെ ഉയർത്തുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു അവഗണനയുടെ വിഷമം പേറി അവൾ ഇരുന്നിരുന്നെങ്കിൽ, കർത്താവിലേക്ക് നോക്കാതെ തന്റെ വിഷമങ്ങളിലേക്ക് അവൾ നോക്കിയിരുന്നെങ്കിൽ അവളുടെ ജീവിതം എത്രമാത്രം ദുഃഖപൂർണമായിരുന്നേനെ. എന്നാൽ കർത്താവിലേക്ക് അവൾ തിരിഞ്ഞപ്പോൾ, തന്റെ ജീവിതത്തിലെ നന്മകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയാനായി അവൾ തുടങ്ങിയപ്പോൾ അവളുടെ ജീവിതത്തെ കർത്താവ് എടുത്ത് ഉയർത്തുകയാണ്. വലിയൊരു അനുഗ്രഹത്തിന്റെ ജീവിതമാക്കി അവളുടെ ജീവിതത്തെ കർത്താവ് മാറ്റുകയാണ്. ലയയുടെ ജീവിതത്തിലൂടെ കർത്താവ് നാം ഓരോരുത്തരോടും പറയുകയാണ്, കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. ഹെബ്രായ പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവാക്യം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം നാം ഓടാൻ. നമ്മുടെ ആ ഒരു വിശ്വാസ യാത്രയിൽ എപ്പോഴും നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കേണ്ടത് യേശു മാത്രമായിരിക്കണം. യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാനായിട്ട്. നമ്മുടെ ആ ഒരു ലക്ഷ്യം, നമ്മുടെ ആ ഒരു ലക്ഷ്യസ്ഥാനം ഒരിക്കലും മാറാൻ പാടില്ല. യേശുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഓടിയാലേ നമ്മുടെ ഓട്ടം മുന്നോട്ട് പോവുകയുള്ളൂ. ചുറ്റുമുള്ള പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും പ്രലോഭനങ്ങളിലേക്കും ഒക്കെ നമ്മൾ തിരിഞ്ഞു പോയാൽ നമ്മുടെ ഓട്ടം വഴിമാറിപ്പോകും. ട്രാക്ക് തെറ്റി നമ്മൾ പോകുന്നവരായി മാറും.
അതിലേക്ക് പോകാതെ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് പോകുന്നവരായി നമുക്ക് മാറാനായി ശ്രദ്ധിക്കാം. കർത്താവ് ലയയുടെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയ ഒരു ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കടങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ഒന്നും നോക്കിയിരിക്കാതെ ഇതെല്ലാം മാറ്റി നമ്മെ ഫ്രീ ആക്കിയ, സ്വാതന്ത്ര്യം നൽകിയ കർത്താവിനെ നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നമുക്ക് തുടങ്ങാം. നമുക്ക് ദുഃഖങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, എന്നാൽ അതെല്ലാം മാറ്റി സങ്കടങ്ങളെയൊക്കെ അകറ്റി കർത്താവിനെ നോക്കിക്കൊണ്ടുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. ഹല്ലേലൂയ. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, സങ്കടങ്ങൾ സകലതും തീർന്നു പോയി. ഹല്ലേലൂയ. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആമേൻ, ആമേൻ. പാറയെ മധുരമാക്കി തീർക്കും അവൻ. പാറയെ പിളർന്നു ദാഹം പോക്കും അവൻ. ഹല്ലേലൂയ. പാറയെ പിളർന്നു ദാഹം പോക്കും അവൻ. ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഹല്ലേലൂയ. ആനന്ദമേ, പരമാനന്ദമേ, കാനാൻ ജീവിതം എനിക്കാനന്ദമേ, കാനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി. ഹല്ലേലൂയ. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. നന്ദി ഈശോയേ. സംഹാരദൂതൻ എന്നെ നന്ദി പറയുന്നു കടന്നുപോയി. ഈശോയേ. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. കർത്താവേ, അങ്ങ് ചെയ്ത വലിയ കാര്യങ്ങൾക്കായി, അങ്ങ് നൽകുന്ന ആഹ്വാനങ്ങൾക്കായി കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവഗണനകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി അങ്ങേ നോക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള ആഹ്വാനം കർത്താവേ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ലയയുടെ ജീവിതത്തിലൂടെ കർത്താവ് നൽകിയ ആഹ്വാനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാം. നമ്മുടെ ജീവിതത്തിലെ അവഗണനകളെയും സങ്കടങ്ങളെയും ഒക്കെ മാറ്റി നിർത്തി നമ്മുടെ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസയാത്രയിൽ നമുക്ക് ഒരുമിച്ച് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനായി ശ്രമിക്കാം. പ്രത്യേകമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപയ്ക്കായി നിങ്ങൾ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് നമ്മുടെ വിശ്വാസയാത്രയിൽ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.